ഹമാസ് നിലപാട് മയപ്പെടുത്തിയ ശേഷം ഇന്ന് നടക്കുന്ന കെയ്റോ മധ്യസ്ഥ ചർച്ചകളിൽ വളരെ പ്രതീക്ഷയുണ്ട് ലോകത്തിന്. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ 70 പേർ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരികയും ചെയ്യുന്നു. ഈ അവസരത്തിൽ പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഹായ് 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 4 ഹായ്. അപ്പോൾ ഹായിയുടെ കുറവുകൊണ്ട് ഇനി വാർത്തയുടെ പ്രാധാന്യം കുറയേണ്ട. എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേറ്റ്സ്? ഇന്ന് ആകെ ഒരു പ്രതീക്ഷ അർപ്പിക്കാവുന്ന കാര്യം, കെയ്റോയിൽ ഇന്ന് വീണ്ടും മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കുകയാണ്. ഇസ്രായേലി സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഹമാസിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവും. പക്ഷെ ഇതിന് നേതൃത്വം നൽകുന്നത് ഖത്തറും ഈജിപ്തും ചേർന്നാണ്. അപ്പം അതിൽ ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം ഇസ്രായേലും ഹമാസും തമ്മിൽ ഉള്ളത് വെടിനിർത്തലിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. താൽക്കാലിക വെടിനിർത്തൽ എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ വളരെ കൃത്യമായിട്ട് ഹമാസ് പറയുന്നു, സ്ഥിരമായി വെടിനിർത്തൽ വേണം, ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതിന് ഇസ്രായേൽ തയ്യാറല്ല എന്ന് മാത്രമല്ല, 15 ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന ഇസ്രായേലിൻ്റെ അതിർത്തിയിലുള്ള ഗസയിലെ റഫ നഗരം ആക്രമിക്കാൻ വേണ്ടി കൊപ്പുകൂട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിൻവാങ്ങുക എന്നുള്ളതില്ല, താൽക്കാലികമായി വെടിനിർത്താം റമദാൻ മാസമായതുകൊണ്ട് എന്നുള്ള രീതിയിൽ മാത്രമേ ഇസ്രായേൽ സംസാരിക്കുന്നുള്ളൂ. ഇത് വല്ലാത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സൈപ്രസിൽ നിന്ന് 200 ടൺ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ഒരു കപ്പൽ ഗസയുടെ തീരത്തെത്തിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നില്ല പ്രശ്നങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാനില്ല, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം ഇത് അനുവദിക്കണം എന്നാണ് പറയുന്നത്. ഈ അവിടുത്തെ ഗസയിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സഹായം ഈജിപ്ഷ്യൻ അതിർത്തിയിൽ തങ്ങിക്കിടപ്പുണ്ട്. 100 കണക്കിന് ട്രക്കുകളിൽ ഭക്ഷ്യ വസ്തുക്കളുമായിട്ട് അവർ കിടക്കുകയാണ് റഫ അതിർത്തിയിൽ. അത് കടത്തിവിടുന്നില്ല. ഇത് തന്നെയാണ് പ്രശ്നം. ഇസ്രായേൽ വല്ലാത്ത രൂക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതിനിടയിൽ ഇസ്രായേലി ബന്ദികളെക്കുറിച്ചുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. കഴിഞ്ഞ 5 മാസത്തിലേറെയായി ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന 100-ലേറെ, ഏതാണ്ട് 130 വരുന്ന ഇസ്രായേലി ബന്ദികളുടെ അവസ്ഥയെക്കുറിച്ച് ഉള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൽ 30 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഇനി 100 പേരെ ബാക്കിയുള്ളൂ. അവരെ കൈമാറാൻ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് കെയ്റോയിൽ പുരോഗമിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ ജയിലിലുള്ള പാലസ്തീനികളെ വിട്ടയക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളുമുണ്ട്. ഇതിനിടയിൽ വീണ്ടും ഈ ഭക്ഷണമൊക്കെ ചെറിയ തോതിൽ എത്തിയെങ്കിലും പട്ടിണി രൂക്ഷമാവുന്നു എന്ന് വരുന്നു. 70 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത്. പ്രത്യേകിച്ച് നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ മറ്റു പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് പാലസ്തീനികളായിട്ടുള്ള 70 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ നടത്തിയ റെയ്ഡിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു. ആയിരക്കണക്കിന് ആൾക്കാർ വെസ്റ്റ് ബാങ്കിൽ അറസ്റ്റിലുണ്ട്. ഒപ്പം തന്നെ ജെറൂസലമിനടുത്ത് ഇസ്രായേൽ അതിർത്തിയിലുള്ള ലോകത്തിലെ 3ാമത്തെ വിശുദ്ധ പള്ളി എന്നറിയപ്പെടുന്ന മുസ്ലിം പള്ളി എന്നറിയപ്പെടുന്ന അൽ-അക്സ പള്ളിയിലേക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ പോകാൻ കഴിയുന്നില്ല റമദാൻ മാസത്തിൽ എന്ന പരാതിയും ഉയരുന്നുണ്ട്. ജെയിംസ്, ഈ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ വളരെ കടുപ്പം പിടിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. ഇന്ത്യയും ചൈനയും തമ്മിൽ സായുധ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ത്യയുടെ ലഡാക്കിൽ 1000 സ്ക്വയർ കിലോമീറ്ററോളം ഭൂമി ഇവർ പിടിച്ചെടുത്തു, ചൈന പിടിച്ചെടുത്തു എന്ന രീതിയിലുള്ള വാർത്ത അവർ പ്രസിദ്ധപ്പെടുത്തുന്നു. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്കിടയിൽ ഒരു കലാപം ഉണ്ടാക്കുക, സായുധ യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതാണോ അമേരിക്കയുടെ തന്ത്രം, അമേരിക്കൻ ഇൻ്റലിജൻസ്? അമേരിക്കയ്ക്ക് എപ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് ഇഷ്ടം. കാരണം ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തിയാണെന്ന് അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങൾ, 140 കോടി വീതം. ഇന്ത്യ ചൈനയെ മറികടന്നു പോപ്പുലേഷൻ്റെ കാര്യത്തിൽ, ജനസംഖ്യയുടെ കാര്യത്തിൽ. അപ്പോൾ രണ്ടും കൂടിയാൽ 280 കോടി ജനങ്ങളാണ്, ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സ്. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒന്നിച്ചു പോകാൻ അനുവദിക്കില്ല. ചൈനയ്ക്കും താല്പര്യമില്ല. കാരണം ഏഷ്യയിൽ ഞങ്ങളാണ് ശക്തി, വേറൊരു ശക്തി വേണ്ട എന്നുള്ള നിലപാടിലാണ് ചൈന. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ഇന്ത്യയുടെ ലഡാക്ക് അതിർത്തിയിൽ, ഏറ്റവും അവസാനം അരുണാചൽ പ്രദേശിലൊക്കെ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈന. അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സായുധ ഏറ്റുമുട്ടലിനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത് വാർത്തകളിൽ നിറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ടുകൾ വരുന്നത് ഈ ലഡാക്ക് മേഖലയിൽ 1000 സ്ക്വയർ കിലോമീറ്റർ ചൈന അനധികൃതമായി ഇന്ത്യയുടെ കൈവശം വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്. ഇതേ ചൊല്ലി വലിയ വാഗ്വാദങ്ങളൊക്കെ നടന്നു. ഇന്ത്യ അത് നിഷേധിച്ചെങ്കിലും ഇന്ത്യയുടെ കരസേന മേധാവിയായിരുന്ന നരവണെ, അദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തിറക്കാനിരുന്നതാണ്. അതിലെ ഗാൽവൻ
താഴ്വരയിൽ ഇന്ത്യയും ചൈനയുമായി ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ഇന്ത്യൻ സർക്കാർ വേണ്ട പോലെ ഇടപെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു എന്നുള്ള തരത്തിൽ പരാമർശങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകം തന്നെ പിന്നീട് പ്രകാശിതമായില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയോ അവരെ കുഴപ്പത്തിലാക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങൾ കൂടി ചൈന നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തിൽ കൂടുതൽ കയറി കാര്യങ്ങൾ പിടിച്ചടക്കാനുള്ള ശ്രമമാണ് ചൈന നടത്തുന്നത്. അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ തന്നെ ചൈന പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയി സേല ടണൽ, വലിയ ടണൽ ഉദ്ഘാടനം ചെയ്ത് ശരിയായില്ല, അരുണാചൽ പ്രദേശ് ഞങ്ങളുടെ ഭാഗമാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഇത് ഉന്നയിച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് ചാരക്കപ്പൽ നെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിൽ SKN പുതിയൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ ആദ്യമായിട്ടൊരു ചാരക്കപ്പൽ ലഭിച്ചിരിക്കുന്നു. അത് കൊടുത്തിരിക്കുന്നത് ചൈനയാണ്. അതിൻ്റെ പേര് റിസ്വാൻ എന്നാണ്. ഇപ്പോൾ ഇന്ത്യ അടക്കം 6 രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ചാരക്കപ്പലുകളുള്ളത്. ഇന്ത്യ, ചൈന, അമേരിക്ക, റഷ്യ, അതുപോലെ തന്നെ ഫ്രാൻസ്, UK, ഇത്രയും രാജ്യങ്ങൾക്കേ ഉള്ളൂ. പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ ചെറുതാണെങ്കിലും റിസ്വാൻ എന്ന ചാരക്കപ്പൽ ചൈന കൊടുത്തിരിക്കുന്നു. കാരണം അവിടെയൊക്കെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം എല്ലാ കാലത്തും ഇന്ത്യക്ക് തലവേദനയാണ്. അത് തലവേദനയായി തുടരും. SKN. ഓക്കെ, താങ്ക് യു PP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി PP ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.